ഹായ് ഓൾ, അഹവ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മോഡൽ ഓക്സിലറി വേർബിൻ്റെ സീരീസാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേ ഓർ മൈറ്റ് എന്നീ മോഡൽ ഓക്സിലറി വേർബ്സിനെ കുറിച്ചിട്ടാണ്. മേ ഓർ മൈറ്റ് എന്നീ പറയുന്ന മോഡൽ ഓക്സിലറി വേർബ് അവസ്ഥയുടെ സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ആക്ഷൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയാനും റിക്വസ്റ്റ് ചെയ്യാനും ഇനി ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാനും സാധ്യതകളെക്കുറിച്ച് പറയാനും നമ്മളെ സഹായിക്കുന്നതാണ് മേ ഓർ മൈറ്റ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താണ്? സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാധ്യത ഇല്ല എന്ന് നമ്മളെ പറയാൻ സഹായിക്കുന്നതാണ് മേ ഓർ മൈറ്റ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മേയും മൈറ്റിനും മീനിങ് സാധ്യത ഉണ്ട് എന്നാണ്. എന്നാൽ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ 75 to 100% പോസിബിലിറ്റി ഉണ്ട് മേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അതേസമയം 0 to 25% പോസിബിലിറ്റി ഉള്ളൂ മൈറ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അതായത് നമ്മുടെ ആകാശം നല്ലപോലെ മേഘാവൃതമായിരിക്കുമ്പോൾ നമുക്ക് പറയാം ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതിനകത്തിൽ 100% പെയ്യും എന്നുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേസമയം ആകാശത്തെങ്ങും മേഘമില്ല, എന്നാലും നമ്മൾ കാലാവസ്ഥയിൽ നമ്മളിങ്ങനെ ഒരു ഇൻഫർമേഷൻ കേട്ടു, അപ്പോൾ നമ്മൾ പറയണം ചിലപ്പോൾ മഴ പെയ്തേക്കാം എന്ന് നമ്മൾ പറയുന്ന ആ 0 to 25% പോസിബിലിറ്റിക്ക് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യും. അതായത് സ്ട്രോങ് പോസിബിലിറ്റീസിന് മേയും മൈൽഡ് പോസിബിലിറ്റീസിന് നമ്മൾ മൈറ്റും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഈ മേ ഓർ മൈറ്റിൻ്റെ ഉപയോഗം നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ അർത്ഥം മനസ്സിലാക്കി, ഇനിയിപ്പോൾ അതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ് ഇനി പഠിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിൻ്റെ വിവിധ ഫോംസ് ഉണ്ട്. മേ ബി, മേ ഹാവ് ബീൻ, മേ ആയിട്ട് തന്നെ ഇങ്ങനെ പല ഫോംസ് ഉണ്ട്. ഇനി നമ്മൾ മേ ഓർ മൈറ്റിൻ്റെ പ്രധാന യൂസേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഏതൊക്കെ മീനിങ്ങിൽ നമുക്ക് മേ ഓർ മൈറ്റിനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞതുപോലെ സ്ട്രോങ് ഓർ മൈൽഡ് പോസിബിലിറ്റി, അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ്. ഇനി നമുക്ക് എക്സ്പ്രസ് വിഷ് ഓർ ഹോപ്പ്, നമ്മളുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെക്കുറിച്ചും പറയാൻ നമുക്ക് മേ ഓർ മൈറ്റ് യൂസ് ചെയ്യാം. അതായത് അങ്ങനെ സംഭവിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ കഴിയട്ടെ, അല്ലെങ്കിൽ സംഭവിക്കട്ടെ കഴിയട്ടെ എന്ന് നമുക്ക് ഒരാളെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ നമുക്ക് മേ യൂസ് ചെയ്യാം. ഇനി പെർമിഷൻ ആസ്ക് ചെയ്യാം, പെർമിഷൻ ചോദിക്കാൻ നമുക്ക് മേ ഓർ മൈറ്റ് യൂസ് ചെയ്യാം. ചെയ്തോട്ടെ, ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ നമുക്ക് മേ യൂസ് ചെയ്യാം. ഇനി ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുകയില്ല, അതിനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയാൻ മേ നോട്ട് എന്ന നെഗറ്റീവ് ഫോം നമുക്ക് യൂസ് ചെയ്യാം. മേയും മൈറ്റ് ഉപയോഗിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് കാണുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ പാസീവ് വോയിസ് ഓഫ് മേ ആൻഡ് മൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് ചെയ്യിക്കപ്പെടാമായിരുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് മേ ഉപയോഗിച്ച് പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് എ പെർഫെക്റ്റ് ആക്ഷൻ, ചെയ്ത് കഴിയുമായിരിക്കും, ചെയ്ത് കഴിയുവാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ നമുക്ക് മേ ഓർ മൈറ്റ് യൂസ് ചെയ്യാം. അതേപോലെ പാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് പൊസഷൻ ഓർ ടു ഈറ്റ് ഓർ ഡ്രിങ്ക്, എനിക്ക് നേടാൻ സാധ്യതയുണ്ടായിരുന്നു, കഴിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് മേ യൂസ് ചെയ്യാം. ഇനി അൺറിയൽ പാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാൻ നമുക്കിത് യൂസ് ചെയ്യാം. അതായത് ആയിരുന്നിരിക്കാം, ഒരു പ്രത്യേക സമയം വരെയുള്ള ഒരു ഫീച്ചറിനെ ആയിരുന്നിരിക്കാം എന്ന് നമുക്ക് പറയാൻ മേ ഓർ മൈറ്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മേ ഓർ മൈറ്റ് ഹാവിൻ്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറയാൻ, അതായത് ചെയ്യപ്പെടാൻ കഴിഞ്ഞേനെ, ഒരു പ്രവൃത്തി ചെയ്യപ്പെടാൻ കഴിഞ്ഞേനെ എന്ന് നമുക്ക് മേ ഓർ മൈറ്റ് ഉപയോഗിച്ച് പറയാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു സ്ട്രോങ് ഓർ മൈൽഡ് പോസിബിലിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പം മേ എന്ന് പറയുന്നത് സ്ട്രോങ് പോസിബിലിറ്റിയും മൈറ്റ് എന്ന് പറയുന്നത് മൈൽഡ് അല്ലെങ്കിൽ ലോ പോസിബിലിറ്റിയുമാണ്. ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് മേ ഓർ മൈറ്റ് പ്ലസ് വെർബ് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഹീ മേ കം ടു ഓഫീസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ഓഫീസിൽ വന്നിരിക്കാം. അപ്പം ഇവിടെ ടെൻസ് എന്ന് പറഞ്ഞാൽ ഏത് ടെൻസിലും നമുക്ക് മേ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം
ആ സമയം അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഫ്യൂച്ചർ ടൈമാണ്. ഹീ മേ കം, അവൻ ഇന്നലെ ഓഫീസിൽ വന്നിരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ്. ഇനി അതിൻ്റെ കുറഞ്ഞ സാധ്യതയുള്ളപ്പോൾ നമ്മൾ എന്ത് പറയും? ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം. ഹീ മൈറ്റ് കം ടുഡേ, അവൻ ഇന്ന് വന്നേക്കാം. അപ്പം ഒരിടത്ത് പെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പെയ്തേക്കാം എന്ന് നമ്മൾ പറയുന്നതിനാണ് മേ ഓർ മൈറ്റ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഉപയോഗം നമ്മൾ പറഞ്ഞു, നമുക്ക് വിഷ് അല്ലെങ്കിൽ ഒരു ഹോപ്പിനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കും. ഇനി അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മേ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. മേ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സംഭവിക്കട്ടെ അല്ലെങ്കിൽ കഴിയട്ടെ എന്നുള്ളതാണ്. ഒരു പ്രവൃത്തി സംഭവിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ളതാണ്. മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നമ്മളിപ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് ഒരു ഹോപ്പ് പറയുകയാണ്. ഇനി മേ യു പാസ് ദ എക്സാം, നീ പരീക്ഷ പാസ്സാകട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിഷ് ചെയ്യാം അല്ലേ? നമ്മളെ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ അടുത്ത് പറയാം മേ യു പാസ് ദ എക്സാം, നീ പരീക്ഷ പാസ്സാകട്ടെ എന്ന് നമ്മളെ ഒരു വിഷ് അല്ലെങ്കിൽ ഒരു ഹോപ്പ് പറയാൻ നമുക്ക് മേ എന്ന ഫോമാറ്റ് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് മേയുടെ ഉപയോഗം എന്ന് പറയുന്നത് റിക്വസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേയെ യൂസ് ചെയ്യാം. അതിൻ്റെ ഫോർമാറ്റും ഇതേപോലെ തന്നെയാണ്. മേ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചെയ്തോട്ടെ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഒന്നാമതായിട്ട് മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വരട്ടെ. മേ ഐ കം ഇൻ, മേ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഞാൻ അകത്തേക്ക് വരട്ടെ. മേ ഐ കോൾ യു, ഞാൻ നിന്നെ വിളിച്ചോട്ടെ. മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കട്ടെ. മനസ്സിലായോ? അപ്പോൾ നമ്മൾക്ക് ഒരാളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ നിന്നെ സഹായിക്കണോ അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നമുക്ക് മേ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള നെഗറ്റീവ് ഫോമാണ്. അതായത് ഒരു പ്രവൃത്തി നടക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയാൻ മേ ഓർ മൈറ്റ് നോട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് മേ ഓർ മൈറ്റ് നോട്ട് പ്ലസ് വേർബ് എന്നുള്ളതാണ്. ബേസ് ഫോം ഓഫ് ദ വേർബാണ് ഇപ്പോഴും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് മേ ഓർ മൈറ്റ് നോട്ട് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല, ഇന്ന് മഴ പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വേണമെങ്കിലും പറയാം, ഇന്ന് മഴ പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല മഴക്കാലത്ത് നമ്മൾ പറയാണ് ഇന്ന് മഴ പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല. ഹീ മേ ഓർ മൈറ്റ് നോട്ട് കം ടു ഓഫീസ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ഓഫീസിൽ വന്നില്ലായിരിക്കാം. ഓക്കെ, അവൻ വരാതിരിക്കാൻ സാധ്യതയുണ്ട്, ഇന്നലെ അവൻ ഓഫീസിൽ വരാതിരിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് അങ്ങനെയുള്ള മീനിങ്ങിലാണ് നമ്മൾ മേ ഓർ മൈറ്റ് നോട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ഫോം എന്ന് പറയുന്നത് മേ ബി ഓർ മൈറ്റ് ബി എന്നുള്ളതാണ്. അതിൻ്റെ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് മേ ഓർ മൈറ്റ് ബി പ്ലസ് ഒരു സ്റ്റേറ്റ് ഓർ ലൊക്കേഷൻ. ഇനി നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ലൊക്കേഷൻ പറയുമ്പോൾ അതിന് മുമ്പിൽ ഒരു പ്രപ്പോസിഷൻ ഉണ്ടാവും. സ്റ്റേറ്റിന് മുമ്പിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു പ്രപ്പോസിഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു പ്രത്യേക സ്ഥലത്ത് കാണുമായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവൻ കാണുമായിരിക്കാം, ഒരു പ്രത്യേക അവസ്ഥയിൽ അവനാകുമായിരിക്കാം എന്ന് പറയുന്നതാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് കാണുമായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലാകുമായിരിക്കാം എന്നുള്ള മീനിങ് ആണ് മേ ഓർ മൈറ്റ് ബി എന്നുള്ളത് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ ഓർ മൈറ്റ് ബി വെരി കോൾഡ് ദെയർ ഇൻ വിൻ്റർ, ശീതകാലത്ത് അവിടെ നല്ല തണുപ്പായിരിക്കാം, ആ തണുപ്പ് ആയിരിക്കാം എന്ന അവസ്ഥയാണ് അവിടെ പറയുന്നത്. ദേ മേ ഓർ മൈറ്റ് ബി അറ്റ് ഹോം, അവർ വീട്ടിൽ ഉണ്ടായിരിക്കാം, അവർ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കാം. ബി അറ്റ് ഹോം, അവിടെ പ്രപ്പോസിഷൻ ഉണ്ട്. ലൊക്കേഷൻ പറയുമ്പോൾ എപ്പോഴും ഒരു പ്രപ്പോസിഷൻ വേണം. ഹീ മേ ഓർ മൈറ്റ് ബി എനിവെയർ, എവിടെയെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ അതൊരവസ്ഥയാണ്, അവൻ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഹീ മേ ഓർ മൈറ്റ് ബി എനിവെയർ. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മേ ഓർ മൈറ്റ് ബി പ്ലസ് V3.
ഇനി അതെന്ന് പറയുന്നത് മേ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബിൻ്റെ പാസീവ് വോയിസ് ആണ്. ഓക്കെ, പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ വേർബിനും ഒബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പാസീവ് വോയിസിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യിക്കപ്പെടാമായിരുന്നു, ഒരു പ്രവൃത്തി ചെയ്യിക്കപ്പെടാമായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. സോ അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഹി മേ ഓർ മൈറ്റ് ബി വോൺ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് മേ ഓർ മൈറ്റ് ബി പ്ലസ് V3 ആണ്. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്. അവനെ ജയിപ്പിക്കാമായിരുന്നു. അപ്പോൾ ഹി മേ വിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവന് ജയിക്കാമായിരുന്നു. അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ വന്നു? ഹി മേ ഓർ മൈറ്റ് ബി വോൺ. മനസ്സിലായോ? അവനെ ജയിപ്പിക്കാമായിരുന്നു. ദേ മൈറ്റ് നോട്ട് ബി സേവ്ഡ്. അവർ രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. അവർ രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. ദിസ് ഇഷ്യൂ മേ ഓർ മൈറ്റ് നോട്ട് ബി അല്ലെങ്കിൽ മൈറ്റ് ബി റിസോൾവ്ഡ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടാമായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാമായിരുന്നു. ഇനി അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് മേ ഓർ മൈറ്റ് ബി പ്ലസ് V4 എന്നുള്ളതാണ്. ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാവാം, അതിന് സാധ്യതയുണ്ട്. അതായത് ഒരു പ്രവൃത്തി തുടരാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ തുടരാനുള്ള പോസിബിലിറ്റിയെക്കുറിച്ച് പറയാനാണ് മേ ഓർ മൈറ്റ് ബി പ്ലസ് V4 അല്ലെങ്കിൽ ING ഫോം ഓഫ് ദ വെർബിനെയാണ് നമ്മൾ V4 എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് മേ ഓർ മൈറ്റ് ബി പ്ലസ് V4 അല്ലെങ്കിൽ ING ഫോം ഓഫ് ദി വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹി മേ ഓർ മൈറ്റ് ബി ഗോയിങ് ഹോം. അവൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാവാം. അതായത് അവൻ ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അവൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാവാം ഇപ്പോൾ. ദേ മേ ഓർ മൈറ്റ് ബി സപ്പോർട്ടിങ് യു. അവർ നിന്നെ സഹായിക്കുന്നുണ്ടാവാം. അപ്പോൾ അതായത് ഒരു കണ്ടിന്യൂസ് ആക്ഷനാണ്. ദേ മേ ഓർ മൈറ്റ് ബി സപ്പോർട്ടിങ് യു. അവർ നിന്നെ സഹായിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ്. ഇനി അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് മേ ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്നുള്ളതാണ്. അതായത് ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമായിരിക്കും എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. പോസിബിൾ പെർഫെക്റ്റ് ആക്ഷൻസ് ആണ്. ഫ്യൂച്ചറിൽ ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമായിരിക്കും എന്ന് പറയാൻ അതായത് അതിൻ്റെ സാധ്യത, ഒരു പ്രവൃത്തി പൂർത്തിയാകാനുള്ള സാധ്യതയെക്കുറിച്ച് പറയാനാണ് മേ ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആകും. അതിൻ്റെ ഹി മേ ഓർ മൈറ്റ് ഹാവ് ഡൺ ഇറ്റ്. അവൻ അത് പൂർത്തീകരിച്ചിരിക്കാം. അവനൊരു പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കാം എന്നുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അനു മേ ഓർ മൈറ്റ് ഹാവ് സോൾവ് ദ ക്വസ്റ്റ്യൻ. അനു ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കാം. അല്ലേ? അവിടെ പൂർത്തിയായ ഒരു പ്രവൃത്തിയുടെ സാധ്യത, അല്ലേ, പൂർത്തിയാകാവുന്ന ഒരു പ്രവൃത്തിയുടെ സാധ്യതയെക്കുറിച്ച് പറയുകയാണ്. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആക്ഷൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് പറയുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് മേ ഓർ മൈറ്റ് ഹാവ് ഹാഡ്. അതായത് എന്തെങ്കിലും നേടാമായിരുന്നു അല്ലെങ്കിൽ കഴിക്കാമായിരുന്നു എന്ന് പറയുന്നതിനാണ് മേ ഓർ മൈറ്റ് ഹാവ് ഹാഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് പാസ്റ്റ് പൊസഷൻസ് അല്ലെങ്കിൽ കഴിക്കാനുള്ള എബിലിറ്റിയെക്കുറിച്ച് പറയുന്നതാണ്. ഇഫ് ഹി ഹാഡ് ടേക്കൺ ഹിസ് ഡിസിഷൻ ജുഡീഷ്യസ്ലി ഹി മേ ഓർ മൈറ്റ് ഹാവ് ഹാഡ് ഹ്യൂജ് പബ്ലിക് സപ്പോർട്ട് ടുഡേ. അവൻ വിവേചനപരമായി തീരുമാനമെടുത്തിരുന്നേൽ വലിയ ജനസമ്മതി നേടാൻ കഴിയുമായിരുന്നു. അതായത് ഇഫ് ഹി ഹാഡ് ടേക്കൺ ഹിസ് ഡിസിഷൻ ജുഡീഷ്യസ്ലി ഹി മേ ഓർ മൈറ്റ് ഹാവ് ഹാഡ്. അപ്പോൾ അവിടെ ഒരു സാധനം നേടിയെടുക്കാമായിരുന്നു അല്ലെങ്കിൽ അവന് കൈവശമാക്കാമായിരുന്നു. എന്ത്? ഹ്യൂജ് പബ്ലിക് സപ്പോർട്ട്, വലിയ ജനസമ്മതി നേടാൻ കഴിയുമായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളെങ്ങനെ യൂസ് ചെയ്തേ? മേ ഓർ മൈറ്റ് ഹാവ് ഹാഡ്. അടുത്തത് ഹി മേ ഓർ മൈറ്റ് ഹാവ് ഹാഡ് ദ ഫുഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഗോ ടു ദ ഓഫീസ്. അവന് ഭക്ഷണം കഴിച്ചിട്ട് ജോലിക്ക് പോകാമായിരുന്നു, പക്ഷെ അവൻ ജോലി തീർക്കാൻ തീരുമാനിച്ചു. അപ്പം കഴിഞ്ഞ കാലത്തിലെ ഒരു പോസിബിലിറ്റിയാണ് എന്താ? ഒരു വസ്തു കൈവശം വെക്കുവാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുവാനുള്ള ആ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ മേ ഓർ മൈറ്റ് ഹാവ് ഹാഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി അടുത്തതെന്ന് പറയുന്നത് മേ ഓർ മൈറ്റ് ഹാവ് ബീൻ എന്നുള്ളതിൻ്റെ യൂസാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്റ്റേറ്റിൽ ആകാൻ കഴിഞ്ഞിരുന്നിരിക്കാം. ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ പറയുമ്പോൾ ആ പർട്ടിക്കുലർ ടൈം വരെ ഒരു പ്രത്യേക സ്റ്റേറ്റിൽ ആകാൻ കഴിഞ്ഞിരുന്നിരിക്കാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മേ ഓർ മൈറ്റ് ഹാവ് ബീൻ, ആകാൻ കഴിഞ്ഞിരുന്നിരിക്കാം. നമുക്കതിൻ്റെ ഉദാഹരണം നോക്കുമ്പോൾ ഹി മേ ഓർ മൈറ്റ് ഹാവ് ബീൻ എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ടുഡേ ബട്ട് ഹി ഓൾവേസ് യൂസ്ഡ് മീ ഫോർ ഹിസ് സേക്ക്. അവൻ ഇന്ന് വരെ എൻ്റെ ഒരു നല്ല സുഹൃത്താകുവാൻ കഴിഞ്ഞേനെ. അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇന്ന് വരെ എൻ്റെ ഒരു നല്ല സുഹൃത്തായിരിക്കാൻ അവന് കഴിഞ്ഞേനെ. പക്ഷെ അവൻ എന്ത് ചെയ്തു? അതിന് പകരം അവൻ എന്നെ എപ്പോഴും എന്ത് ചെയ്തു? യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു പ്രത്യേക സ്റ്റേറ്റ്, ഇന്ന് വരെ അവനൊരു പ്രത്യേക സ്റ്റേറ്റിൽ ആയിരിക്കാൻ കഴിഞ്ഞേനെ എന്നാണ് പറയുന്നത്. അവിടെയുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. ഇനി അടുത്ത ഉദാഹരണം, വരുൺ ആൻഡ് പ്രദീപ് മേ ഓർ മൈറ്റ് ഹാവ് ബീൻ ടുഗദർ ബട്ട് ദേ വെയർ quite different in nature until now. ഇപ്പോഴും വരുണും പ്രദീപും ഒരുമിച്ച് ആയിരുന്നേനെ, അവർക്ക് ഒരുമിച്ചായിരിക്കാൻ സാധിച്ചേനെ, പക്ഷേ അവരുടെ സ്വഭാവങ്ങൾ എന്താണ്? വ്യത്യസ്തമായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? ഒരു പ്രത്യേക അവസ്ഥ ഒരു പ്രത്യേക സമയം വരെ ആയിരിക്കാം എന്ന് പറയുന്നതിനാണ് നമ്മൾ മേ ഓർ മൈറ്റ് ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ മേ ഓർ മൈറ്റ് ഹാവ് ബീൻ കഴിഞ്ഞ് V3 എന്നൊരു ഫോമില്ല, ജസ്റ്റ് നൗൺ മാത്രമേ ഉള്ളൂ. ഇനി ഈ മേ ഓർ മൈറ്റ് ഹാവ് ബീൻ്റെ കൂടെ V3 വരുമ്പോഴാണ് അത് ഈ പാസീവ് വോയിസ് ഓഫ് മേ ഹാവ് എന്ന് പറയുന്നത്. മേ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് ആക്ഷൻ്റെ പോസിബിലിറ്റി ആയിരുന്നു മേ ഹാവ് എന്ന് പറയുന്നത്. അതായത് ചെയ്ത് കഴിയാം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമായിരിക്കും എന്ന് നമ്മൾ പറയുന്നതിനാണ്. അപ്പോൾ നമുക്കതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ വരും? ചെയ്യിക്കപ്പെടുമായിരിക്കാം അല്ലെങ്കിൽ ചെയ്യിക്കപ്പെടാൻ കഴിഞ്ഞേനെ, അതായത് അതും എന്താണ്? ചെയ്യിക്കപ്പെടാൻ കഴിഞ്ഞേനെ എന്ന് നമ്മൾ പറയുന്നതാണ് മേ ഓർ മൈറ്റ് ഹാവ് ബീൻ പ്ലസ് V3 എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയാൽ ഹി മേ ഓർ മൈറ്റ് ഹാവ് ബീൻ സെൻഡ് ടു മാർക്കറ്റ്. അവനെ ചന്തയിലേക്ക് അയക്കാൻ കഴിഞ്ഞേനെ, അതിനൊരു സാധ്യത ഉണ്ടായിരുന്നേനെ. അവനെ ചന്തയിലേക്ക് അയക്കാൻ ഒരു സാധ്യത ഉണ്ടായേനെ. വി മേ ഓർ മൈറ്റ് ഹാവ് ബീൻ ആസ്ക്ഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങളോട് ചോദിക്കാൻ കഴിഞ്ഞേനെ. പറഞ്ഞു മനസ്സിലായോ? ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കപ്പെടാൻ കഴിഞ്ഞേനെ. ദേ മേ ഓർ മൈറ്റ് ഹാവ് ബീൻ സീൻ എനിവെയർ. അവരെ എല്ലായിടത്തും കാണിക്കാൻ കഴിഞ്ഞേനെ. അപ്പോൾ ഒരു പ്രവൃത്തി പൂർത്തിയാകാൻ കഴിഞ്ഞേനെ അല്ലെങ്കിൽ അത് ചെയ്യിക്കപ്പെടാൻ കഴിഞ്ഞേനെ എന്ന് പറയുന്ന പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? മൈറ്റ് ഹാവ് ബീൻ അല്ലെ മേ ഓർ മൈറ്റ് ഹാവ് ബീൻ പ്ലസ് V3 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. സോ മേ ഓർ മൈറ്റ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബ് സാധ്യതകളെക്കുറിച്ച് പറയാൻ സാധിക്കുന്നു. മേ എന്ന് പറയുന്നത് ഹയർ പോസിബിലിറ്റിയും മൈറ്റ് എന്ന് പറയുന്നത് ലോവർ പോസിബിലിറ്റിയുമാണ്. സോ ഇതാണ് മേ ആൻഡ് മൈറ്റ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. ഓക്കെ, സോ ഇത് ഓരോ ഫോർമാറ്റും ഓരോ യൂസേജും എടുത്ത് നിങ്ങൾ തന്നെത്താൻ പുതിയ എക്സാമ്പിൾസ് എഴുതുക, അത് കമൻറ്റ് ചെയ്യുക. സോ നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.